കുറച്ച് നാളായിട്ട് കുഞ്ഞുകുട്ടൻ ഒരു പൂച്ചക്കുഞ്ഞിനെ മേടിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഇഷ്ടമില്ലാത്ത ബാക്കി എല്ലാവർക്കും കൂടെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി. അവസാനം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് 2 കുഞ്ഞുങ്ങളുണ്ടായപ്പം ഞാൻ ഒരെണ്ണത്തിനെ എടുത്തുകൊണ്ട് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞപ്പം രാവിലെ ഇങ്ങ് കൊണ്ടുപോന്നു. അതുകൊണ്ട് ഇവർക്ക് ഇന്ന് സ്കൂളിൽ പോകാനൊന്നും ഒരു താല്പര്യമില്ല. പൂച്ചക്കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഉന്തിത്തള്ളി ഞാനങ്ങനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടത് എന്തോ അങ്ങോട്ട് ശരിയായില്ല. കുറച്ച് പൂപ്പലൊക്കെ പിടിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞാനതിനെ പെട്ടെന്ന് തന്നെ അങ്ങ് അച്ചാറാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് മൊത്തത്തോടെ ചീത്തയായി പോകും. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഒരു അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ല ചില്ല് കുപ്പിയിലിട്ടൊന്ന് അടച്ചു വെച്ചാൽ കാര്യം സെറ്റാകും. നല്ല തെളിവുള്ളൊരു ദിവസം നോക്കിയിരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഈ വിറകൊക്കെ ഒന്ന് മുറിച്ചു മാറ്റാനേ. ഇത് നമ്മുടെ നെയ്ബർ ആയിട്ടുള്ളൊരു അപ്പച്ചനാണ്. എന്ത് സഹായത്തിന് വിളിച്ചാലും നമുക്ക് വന്ന് എന്ത് ഹെൽപ്പും ചെയ്തു തരുന്ന ഒരാളാണ്. പിന്നെ തണുപ്പായി കഴിഞ്ഞാൽ ഈ ഫയർ പ്ലേസ് സെറ്റ് ചെയ്യുന്നതും അടുപ്പ് കത്തിക്കുന്നതും എല്ലാവരും അതിൻ്റെ ചുറ്റും തീ കാഞ്ഞ് ഇരിക്കുന്നതും ഒക്കെ ഒരു നല്ല വൈബ് ആയതുകൊണ്ടാണ് നമ്മളിതൊക്കെ കളയാതെ സൂക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ തണുപ്പ് കാലം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീടിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ഈ അടുപ്പ് കത്തിച്ചിട്ട് വീട് ഹീറ്റപ്പ് ആക്കേണ്ട ഒരു ആവശ്യകത ശരിക്കും പറഞ്ഞാൽ നിലവിലില്ല. എന്നാൽ പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഫയർ പ്ലേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ലൊരു ചൂട് ചായയോ കാപ്പിയുമായിട്ടൊക്കെ ഒന്ന് അതിൻ്റെ ചുറ്റും എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറയുന്നതൊക്കെ ഒരു സുഖം തന്നെയാണ് കേട്ടോ. ഈ ഫയർ പ്ലേസ് എന്ന് ക്ലീൻ ചെയ്ത് ചാരമൊക്കെ എന്നുള്ളത് വാരി കളഞ്ഞ് എന്നും വൈകുന്നേരത്തേക്കിന് വീണ്ടും അതിനകത്ത് വിറകൊക്കെ ഒന്ന് അടുക്കി പാകത്തിൽ വെച്ച് എടുക്കുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. എനിക്കത് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ പിള്ളേർ വലുതായതുകൊണ്ട് ഇപ്പോൾ പിന്നെ അവർ തന്നെ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തോളും. പ്രത്യേകിച്ച് അതൊക്കെ അപ്പൂൻ്റെ ഒരു പണിയാണ്. അവന് അത് വളരെ ഇൻട്രസ്റ്റോടും ഭയങ്കര സന്തോഷത്തോടുമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഹോംവർക്കൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കിന് അമ്മയെ ഫയർ പ്ലേസ് സെറ്റ് ആകട്ടെ എന്ന് ചോദിക്കും. പിന്നെ എനിക്കിതേപോലെ അതിൻ്റെ മുമ്പിലൊന്ന് പോയി ഇരുന്ന് കൊടുത്താൽ മതി. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ ടൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളുടെ നല്ല ഓഫറും ഡീൽസും ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. 1-2 സാധനമൊക്കെ നമ്മൾ ഓൺലൈനിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു. പിന്നെ പതിവ് പോലെ പിള്ളേർക്കുള്ള വീക്ക്ലി ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ അവരെ അതിന് കൊണ്ടുവിടാനെ കൊണ്ടാണ് പോയത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കിന് പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.